പെൺകുട്ടികൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡമാണ് വേണ്ടത്. സ്വന്തം കാലിൽ നിന്നിട്ടുള്ള കളിയാണ് വേണ്ടത്. വേറെ ഒരുപാട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ പുറത്തു പോണത്? ഇവിടെ ഈ സദാചാരവും നോട്ടവും. ഒരു സ്ത്രീ വരുമ്പോൾ നോക്കണുണ്ട്, ചിലവർ പിന്നെ പുറകിൽ നോക്കുന്നുണ്ട്, അത് അവരറിയില്ല. ആളെ കിട്ടി. ഞാൻ പല ട്രിക്ക് ഉപയോഗിക്കും, അതിൽ വീഴരുത് കേട്ടോ. അളകിട്ടി നിങ്ങളിനി നടന്നു പോകുമ്പോൾ ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് പിടിച്ചിട്ട് പോയാൽ മതി. അല്ല, നിങ്ങളല്ല, കസ്റ്റമറെ നോക്കുന്നത് പറഞ്ഞില്ലേ നേരത്തെ, ഒരു നോട്ടം മതി നമ്മൾ മോശക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കാൻ. ഇവിടെ നോക്കേണ്ട, കണ്ണിൽ നോക്കേണ്ടത് ഒരു 30 ഡിഗ്രി താഴെ നോക്കിയാൽ, അങ്ങനെ നോക്കിയാൽ തീർന്നു, നമ്മളെ കസ്റ്റമർ സർവീസ് കൊളായി. ആ ഒരു നോട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? നോട്ടം. ക്യാഷ് കിട്ടിയപ്പോൾ അഭിമാനം ഉണ്ടായി ഇല്ലേ? അഭിമാനം ഉണ്ടായില്ലേ? സ്വന്തം കാലിൽ നിൽക്കുന്ന. പിന്നെന്തൊക്കെയാ? ജോലി കിട്ടിയപ്പോൾ ജീവിതത്തിൽ മാറ്റം വന്നു. ചേച്ചി പറഞ്ഞോളൂ, എന്ത് മാറ്റം വന്നേ? ജീവിതം മാറി. നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റി, ആഗ്രഹിക്കുന്ന ഒരു സാധനം വാങ്ങിക്കാൻ. അതല്ലെങ്കിൽ പലരോട് ചോദിക്കണം, കൈ നീട്ടണം. ആവശ്യത്തിന് കിട്ടൂല, തരൂല. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് പോവാ, ആ മനുഷ്യനെ അവിടെ കിടന്ന് അയാളിപ്പോൾ കട്ടിലിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ടാവും, ആരോ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ആവശ്യത്തിന് തരൂല, പിശിക്കിട്ടൊക്കെ തരികയൊക്കെ ചെയ്യുക. അല്ല, പിന്നെ അഭിമാനം നമുക്കുണ്ടായി. ഓക്കെ, ഒരുപാട് മാറ്റങ്ങളുണ്ടായി. നമുക്ക് ജോലി നമ്മുടെ അഭിമാനമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്കുണ്ട് എന്നുള്ളത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വരെ ബാധിക്കുന്ന സാധനമാണ്, ചില്ലറ കാര്യമല്ല. ഞാൻ അങ്ങനെ അതിൻ്റെ ഒരു വലിയ ഫിലോസഫി പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പറയുന്നു. മെൻ്റൽ ഹെൽത്തിനെ, അതായത് സ്വീഡനിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഗവൺമെൻറ് തീരുമാനം എടുത്തു. കാരണം ഇത്രയും ജോലിക്കാർ ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ വീട്ടിലിരുന്നോളൂ, ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടംപോലെ പൈസയുണ്ട്. എല്ലാ മാസവും യൂണിവേഴ്സൽ ബേസിക് ഇൻകം UBI എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരും. നിങ്ങൾ ജോലി എടുക്കണ്ട, വീട്ടിലിരുന്നാൽ മതി, ഗവൺമെൻറ് തരാം. എവിടെ ഈ സ്വീഡൻ? കാസർഗോഡുകാരല്ലേ പാസ്പോർട്ടൊക്കെ സ്വന്തമായിട്ട് റിസർവ് ബാങ്ക് വെള്ളിയാഴ്ച വിസ അടിക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കാസർഗോഡുകാരെ കുറിച്ച് സ്ഥിരം പറയുന്ന. ദുബായ് തുടങ്ങിയ കാസർഗോഡുകാർ സ്ഥിരം വെള്ളിയാഴ്ച അടിച്ചടിച്ച് ദുബായ് ഒരു സഹി കെട്ടു, തൽക്കാലം നമുക്കും തുടങ്ങാം. ലോകത്തിന് പുതിയ മാതൃകകളെ എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് കാസർഗോഡ്. ട്രെയിനിങ്ങിൽ പറയാറുണ്ട്, ചെറിയ നമ്പറായിട്ടൊന്നും കാസർഗോഡ് പോകരുത്, കാരണം അവർ ഫുൾ നമ്പറാ. ബാധിച്ചിട്ടില്ല. ശരിക്കും കാസർഗോഡ് ജില്ല മാത്രം ഒരു രാജ്യമായി നോക്കിയാൽ വേറെ ലെവലായിരിക്കും അല്ലേ? നിങ്ങൾ ഈ പിന്നോക്കാവസ്ഥ എന്ന് പറയരുത്. പല കാര്യത്തിലും നിങ്ങൾ മുന്നോട്ടാണ്. ഉടായ്പല്ല, ഒരുപാട് കാര്യത്തിൽ മുന്നിലാണ് കാസർഗോഡ് അല്ലേ? ഉടായ്പ ഇതൊക്കെ വെറുതെ പറഞ്ഞത്. അത് ഇന്ന് രാവിലെ ഒരാള് ഫോർച്യൂണറിലാണ് വന്നത്. രാവിലെ ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ആ ഫോർച്യൂണർ അവിടെ ചവിട്ടിയിട്ട് ആ മഴയത്ത് ഓടി വന്നിട്ട് കൈ തന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പോയി. എൻ്റെ വീഡിയോ കണ്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, എടാ തൃശ്ശൂർ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടോ? ഒരു ഫോർച്യൂണർ നിർത്തിയിട്ട് മഴയത്ത് ഓടി വന്നിട്ട് അതിൻ്റെ ഒരു മുതലാളി ഓടി വന്ന് കെട്ടിപ്പിടിക്കുമോ? ഇല്ല. അപ്പം അവൻ പറഞ്ഞു, തൃശ്ശൂരും മുതലാളിമാർക്ക് മാത്രമേ ഫോർച്യൂണർ ഉള്ളൂ, ഇവിടെ എല്ലാവർക്കും ഫോർച്യൂണർ ഉണ്ട്. ഫോർച്യൂണറിലുണ്ടോ മുതലാളി ആയിക്കൊള്ളുന്നില്ല, വേറെ ആരുടെയോ വണ്ടിയാണ്, അതിൻ്റെ മുതലാളി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഈ വണ്ടി. ഇത് കാസർഗോഡിന് ഇത് വീഡിയോ ഇട്ടാ എനിക്ക് 2 സ്ഥലത്ത് ഇടി കിട്ടും. 1 കാസർഗോഡ്, 2 തൃശ്ശൂര്. ഇട്ടോ അയ്യോ, അല്ല കാസർഗോഡ് അതല്ലേ സെൽഫ് സഫീഷ്യൻ്റ് ആളുകൾ. കാര്യങ്ങളെങ്ങനെ നമ്മുടെ പിന്നെ ബിൽഗേറ്റ് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ മടിയന്മാരെ ജോലിക്ക് എടുക്കും. എന്താ കാരണം? എൻ്റെ ജോലി എളുപ്പത്തിൽ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി അവൻ കണ്ടുപിടിക്കും. ഇത് നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല കേട്ടോ. പറയും ഏതാ പണിയെടുക്കാതെ പൈസ കൊടുക്കുന്നു.
അത് പറയാ ഞാൻ ഒരു സാധനം എവിടെ ഇട്ടിട്ട് പോവില്ല ചില അത് മാറ്റാനാ ഞാൻ വന്നത് ഇന്ന്. അതെന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെ ഒരു വർഷം സ്വീഡനിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം, അതായത് നിങ്ങൾക്ക് വേണ്ട പൈസ ഗവൺമെൻറ് എത്തിച്ചേരാം, പക്ഷെ നിങ്ങൾ പണിയെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആളുകൾ ആവേശത്തോടെ അത് വാങ്ങിച്ചെങ്കിലും ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും സകല ആളുകളും ബോറടിച്ചു മരിച്ചു. ഫോൺ എടുത്തു. എന്നിട്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ശമ്പളം കുറഞ്ഞാലും ജോലി വേണം എന്നുള്ളത്. ജോലി വേണം കാരണം എന്നിട്ട് ആ പരിപാടി പൊളിഞ്ഞുപോയി. എന്നിപ്പോൾ അതായത് അതിനെ എവിടെയും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു സ്പെസിഫിക് ടെസ്റ്റ് അവിടെ ആയിരുന്നു. കാരണം ശമ്പളം ഇല്ലെങ്കിൽ പോലും ജോലി വേണ്ട ഒരു അവസ്ഥയുണ്ട്. ശമ്പളം കുറഞ്ഞാൽ പോലും ജോലി കിട്ടുക എന്നുള്ളൊരവസ്ഥയുണ്ട്. ഈ റിട്ടയർ ആയിട്ട് ഒരു 60 വയസ്സിലോ 65 വയസ്സിലോ റിട്ടയർ ആയിട്ട് വന്നിട്ട് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷോപ്പ് കീപ്പറാണെങ്കിൽ ഷോപ്പ് കീപ്പറായിട്ട് നിൽക്കുന്നത് ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക, കുറേ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുക. വീട്ടിലിരുന്നാൽ തലയിൽ ഈ ഡിപ്രഷൻ അടിച്ചു പോകും. ഈ റൊട്ടീൻ ആവുക, ഓർഡർ ആവുക എന്നുള്ള റൊട്ടീൻ, ആ 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓർഡർ, റൊട്ടീൻ. എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ടാവുക, എല്ലാത്തിനും ഒരു റുട്ടീൻ, പതിവുണ്ടാവുക എന്നുള്ളത് മനുഷ്യന് വേണ്ട സാധനമാണ്. വെറുതെ ഇരുന്നാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഡിപ്രഷനാവും, ഉറപ്പാണ്. തിങ്കളാഴ്ച ജോലി ഉള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഞായറാഴ്ച നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിച്ച് 6 ദിവസം ജോലി ചെയ്തത് കൊണ്ടല്ല. അത് മാത്രമല്ല 50% 6 ദിവസം നമ്മൾ ജോലി ചെയ്തു, സന്തോഷം. 7ാമത്തെ ദിവസം നമുക്ക് ജോലിയില്ല, സന്തോഷം. ആ സന്തോഷം എവിടെ നിന്ന് വന്നെന്നറിയോ? തിങ്കളാഴ്ച നമുക്ക് പോകാനുണ്ടല്ലോ എന്നുള്ളതാണ്. തിങ്കളാഴ്ച പോകാനില്ലെങ്കിൽ ഞായറാഴ്ച ആഘോഷിക്കാൻ പറ്റൂല, ബോറടിച്ചു പോകും. അപ്പം അതുകൊണ്ട് നമുക്കൊരു ജോലി ഉണ്ടാവുക, ആ ജോലി നമ്മളെ പോറ്റുക, ആ ജോലിയിൽ നിന്ന് നമുക്ക് സാറ് പറഞ്ഞ പോലെ അഭിമാനം ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്.